സമയത്ത് വലിയ സാക്ഷ്യം പറയുവാനായി കടന്നു വന്നിരിക്കുന്നത് സാങ്കുട്ടി പാസ്റ്ററിന്റെ വൈഫാണ്, സിസ്റ്റർ ആലീസ് ആണ്. എട്ടാം ക്ലാസ് ലൈനിലുണ്ടോ ചിന്തിക്കുന്നു? ലൈനിലുണ്ടോ? ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഓൺലൈനിലും കർത്താവിന്റെ സാക്ഷിയായി നിൽപ്പാൻ, മഹിമ കണ്ട സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് സഹായിച്ച അവന്റെ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിൽ രോഗമോ കഷ്ടമോ അത് ശാപമോ അനുഗ്രഹമോ അത് അനുഗ്രഹം തന്നെയെന്ന് എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടി കർത്താവ് എനിക്ക് നൽകിയ ഒരു വിടുതൽ ആണ് ഞാൻ ഇന്ന് പറയുവാൻ പോകുന്നത്. ഹല്ലേലൂയ. 30-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, യഹോവേ നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? ഇന്ന് സന്ധ്യാസമയം എൻ്റെ കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ, അവന്റെ സത്യത്തെ പ്രസ്താവിപ്പാൻ തക്കവണ്ണം കർത്താവ് ചെയ്ത വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ഈ ചെറുപേത പ്രായത്തിൽ എനിക്ക് സംഭവിച്ച ഒരു ഭയത്തെ തുടർന്ന് എനിക്ക് സംഭവിച്ചതായ എൻ്റെ ബുദ്ധിയുടെ പ്രയാസത്തിൽ ഉണ്ടായ ഒരു സാക്ഷ്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആ സമയങ്ങളിലൊക്കെ എന്നെ ധൈര്യപ്പെടുത്തിയ ഒരു പാട്ടിന്റെ ശീലം ഞാൻ ആദ്യം പാടിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. വീണാലും പർവ്വതങ്ങളും മാഞ്ഞാലും ആകാശങ്ങളും ക്രിസ്തുവിന്റെ നിയമം മാറാതെ നിൽക്കും നിശ്ചയം. ഇമ്മാനുവേൽ ഞാൻ നിൽക്കുന്നാലീ പാറമേൽ, ഞാൻ നിൽക്കുന്നാദീ പാറമേൽ. ഈ രക്തത്തിലൻ ഹൃദയം ഹിമത്തെക്കാളും നിർമ്മലം എന്നുരയ്ക്കുന്ന വചനം തീർക്കുന്നു സർവ സംശയം. എന്റെ ഇമ്മാനുവേൽ ഞാൻ നിൽക്കുന്നാദീ പാറമേൽ, ഞാൻ നിൽക്കുന്നാദീ പാറമേൽ. സംഹാരദൂതനടുത്താൽ ഈ രക്തമേന്മേൽ കാൺകയാൽ താൻ കടന്നു പോമുടനെ നിശ്ചയം ദൈവസുതൻ ഞാൻ. ഇമ്മാനുവേൽ ഞാൻ നിൽക്കുന്നാദീ പാറമേൽ, ഞാൻ നിൽക്കുന്നാദീ പാറമേൽ. സമയത്തിന്റെ കുറവുണ്ട്, ഞാൻ അല്പ ശീലുകളെ പാടിയുള്ളൂ. ദൈവനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ, അതായത് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ, ഹല്ലേലൂയ, ഞാൻ നിലത്തെഴുത്ത് പഠിക്കുവാനായി പോയ സമയത്ത്, ഹല്ലേലൂയ, ഒരു ശവപ്പെട്ടി കണ്ട് ഉണ്ടായ ഒരു ഭയം മൂലമാണ്, ഹല്ലേലൂയ, എനിക്ക് പെട്ടെന്ന് എൻ്റെ ബുദ്ധിയിൽ പ്രോബ്ലം ഉണ്ടായത്. അതായത് ഞാൻ ഒരു നിമിഷം ഇങ്ങനെ നിശ്ചലമായിട്ട് നിന്നാൽ, ഹല്ലേലൂയ, ആ സമയത്ത് എൻ്റെ കഴുത്ത് പോലും ചീന്തിക്കൊണ്ടുപോയാൽ അറിയാൻ വയ്യാത്ത ഒരു സ്റ്റേജിൽ ഞാൻ നിൽക്കുമായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെയും മറഞ്ഞു പോകും. ആർക്കും ഒരു ശീഷർ പോലെ തന്നെ. ഹല്ലേലൂയ. അത് ആർക്കും കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥയായി. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഞാൻ ഹല്ലേലൂയ, എൻ്റെ സമപ്രായമുള്ള 4 വയസ്സ് പ്രായമുള്ള എൻ്റെ അയൽവക്കത്തുള്ള ഒരു കൊച്ചു പയ്യനും കൂടെ ആണ് ഞാൻ ഈ നിലത്തെഴുത്ത് പഠിക്കുവാനായിട്ട് പോയത്. ഹല്ലേലൂയ. അന്ന് എല്ലാ ദിവസവും പോകുന്നതാണ്. ഒരു ദിവസം അങ്ങനെ പോയി. എൻ്റെ ക്ലാസ് കഴിഞ്ഞു, ഞങ്ങൾ വെളിയിൽ ഇറങ്ങി റോഡിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ഒരു സൈക്കിളിന്മേലെ ഒരു ശവപ്പെട്ടി വെച്ചുകൊണ്ട് കെട്ടിക്കൊണ്ട് ആരെയോ അടക്കുവാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു ശവപ്പെട്ടിയാണ്.
ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ ശ്രദ്ധിക്കുന്നില്ല എങ്കിലും അന്നേരം എൻ്റെ കൂടെയുള്ള ആ പയ്യൻ പറഞ്ഞു, അത് കണ്ടോ, കൊണ്ടുപോകുന്ന കണ്ടോ, അതിൻ്റെ അകത്ത് നിൻ്റെ അമ്മയെ വെച്ചുകൊണ്ട് പോകുന്നേ. അവൻ കണ്ടെന്ന് പറഞ്ഞു. ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ അവനെ വിട്ടിട്ട് സൈക്കിളിൻ്റെ പുറകെ ഏകദേശം ഒരു അരഫർലോങ്ങോളം ഓടി. ഹല്ലേലൂയ. അങ്ങനെ ഓടി 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 ഞാൻ ഞാൻ കരഞ്ഞു. എൻ്റെ പുറകെ ഓടിയെങ്കിലും ആ സമയത്ത് അവിടെങ്ങും റോഡിലെങ്ങും ആരുമില്ല. ഹല്ലേലൂയ. ഈ പയ്യൻ അവിടെ നിന്നെടുത്ത് നിൽപ്പുണ്ട്. പിന്നെ എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് ചിന്തിച്ച് ഞാൻ മടങ്ങി പോകാം, മുന്നോട്ട് പോയാൽ ചിലപ്പോൾ ഞാൻ വഴിതെറ്റിപ്പോകും. അതുകൊണ്ട് ഞാൻ മടങ്ങി കരഞ്ഞുകൊണ്ട് തിരിച്ചോടിയപ്പോൾ ഹല്ലേലൂയ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആലയത്തിൽ എന്നെ പഠിപ്പിക്കുന്ന സ്കൂളിൻ്റെ വാതിക്കൽ ചെന്നപ്പോൾ എൻ്റെ സാർ ഇറങ്ങി വന്നു. എന്തോ പറ്റി, എന്തോ ആണ് കാരണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ പിടിച്ചിട്ടുണ്ട് പോയി, അതിനകത്ത് ഞാൻ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അദ്ദേഹം നാരായം കൊണ്ട് എൻ്റെ കൈക്ക് എൻ്റെ കൈയുടെ കണ്ടയിലൊക്കെ അടിച്ചു. എന്നെ അഴുകിയൊക്കെ ചെയ്തേച്ച് പറഞ്ഞു, നിൻ്റെ അമ്മ വീട്ടിലുണ്ട്, എളുപ്പം പോകും, നീ വഴി തെറ്റാതെ എളുപ്പം പോകുമെന്ന് പറഞ്ഞു. എന്നെ ആശ്വസിപ്പിച്ചു. പറഞ്ഞു വിട്ടെങ്കിലും ഞാൻ റോഡെ കരഞ്ഞ് എൻ്റെ കണ്ണും എൻ്റെ മുഖമൊക്കെ കരഞ്ഞ് കലങ്ങി. ഞാൻ ആകെ ഒരു വല്ലാത്ത ഭാരത്തിലായി. കുമ്മനാട്ട് കവലയിൽ എൻ്റെ പ്രിയ പിതാവ് അവിടെ ഒരു തയ്യൽ കട നടത്തുന്നുണ്ട്, അവിടെ തയ്യൽ ചെയ്യുന്നുണ്ട്. അവിടേക്ക് ഞാൻ ചെന്നു. അപ്പച്ചനെ കണ്ടപ്പോൾ എനിക്ക് ഹൃദയത്തിന് വളരെ ഭാരമുണ്ടായി. ഞാൻ ഉറക്കെ കരഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ എന്നോട് പോയി ചോദിച്ചു എന്തോ പറ്റി. ഞാൻ പറഞ്ഞു ഇതുപോലെ അമ്മയെ കൊണ്ടുപോകുന്ന കണ്ടെന്ന്. ഹല്ലേലൂയ. അമ്മ എന്നോട് അപ്പച്ചൻ പറഞ്ഞു, എടീ അമ്മ ചോറ് വെച്ച് നോക്കിയിരിക്കുക, നീ അങ്ങോട്ട് ചെല്ല്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. അമ്മ അവിടെ ഇരിപ്പുണ്ട്. അവനോട് പറഞ്ഞു, നീ അവളോട് കള്ളം പറഞ്ഞ് പേടിപ്പിച്ചോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടു. എങ്കിലും എനിക്ക് പാലും വെള്ളവും ബോണ്ടായും ഒക്കെ വാങ്ങിച്ചു തന്ന് അവർക്ക് പയ്യനും വാങ്ങിച്ചു കൊടുത്തു ഞങ്ങളെ രണ്ടുപേരെയും ആശ്വസിപ്പിച്ച് എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഞാൻ അന്ന് വീട്ടിൽ ചെന്നപ്പോഴും അമ്മയെ കണ്ടപ്പോഴും ഞാൻ കരയുവാണ്. അപ്പോൾ അമ്മയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അന്ന് രാത്രിയിൽ ഞാൻ കുളിപ്പിക്കുന്ന സമയത്ത് ഞാൻ അമ്മ തലയിൽ കൂടെ വെള്ളം കോരിയപ്പോൾ ഈ ദൃഷ്ടി എൻ്റെ ദൃഷ്ടി മറഞ്ഞു. എൻ്റെ തലയിൽ കൂടെ വെള്ളം അമ്മ ഒഴിച്ചപ്പോഴും അമ്മ എന്നെ അടിക്കുകയൊക്കെ ചെയ്തു. നീ അങ്ങനെ ചെയ്താൽ നിന്നെ അടിക്കും, നീ അങ്ങനെ ചെയ്യല്ല, നിനക്ക് അമ്മയില്ലേ ഇവിടെ ഇരിക്കുന്നത്, നീ എന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. എങ്കിലും എനിക്കത് വളരെ മൂർച്ഛനീയാവസ്ഥയിൽ നീങ്ങുകയാണ് ചെയ്തത്. ഏകദേശം ഒരു 18 വർഷക്കാലം എനിക്ക് അസുഖം ഉണ്ടായി. എന്നാൽ അസുഖത്തിൻ്റെ പരിണത ഫലമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും നടന്നു പോകുമ്പോൾ ഞാനങ്ങ് നടന്നു പോകും. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും എൻ്റെ വായിൽ വരുന്ന ആർക്കും തിരിച്ചറിയത്തില്ല, ചെറുപുറ ഞാൻ എന്തെങ്കിലും പറയുമായിരുന്നു. ഞാൻ ഒരു വട്ടം കിണറ്റി വീഴാമായിരുന്നു. അപ്പോഴും എൻ്റെ സഹോദരി കണ്ടോടി വന്ന് എന്നെ പിടിച്ചു മാറ്റി. ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതിന് എൻ്റെ പിതാവ് എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അവൾക്കൊന്നും സംഭവിക്കരുത്, നിങ്ങളെല്ലാവരും ഒന്നിച്ച് പോകണം, ഒന്നിച്ച് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അതെപ്പോഴും സാധിച്ചെന്ന് വരികയില്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ തന്നെ പോയിരുന്ന സമയത്ത് ബസ് വളരെ സ്പീഡിലായിട്ട് വരുന്നുണ്ട്. ബസ് വരുന്ന കണ്ടുകൊണ്ട് ഞാൻ സൈഡിലോട്ട് മാറിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഈ അസുഖം ഉണ്ടായി. ഞാൻ റോഡിൻ്റെ നടുക്കേക്ക് നീങ്ങി. എന്നെ അത് ഇടിച്ച് എനിക്ക് അപകടം ഉണ്ടാകാമായിരുന്നു. എങ്കിലും ആ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി നിർത്തി എന്നെ വന്ന് കൈക്ക് പിടിച്ച് മാറ്റിയിട്ട് പറഞ്ഞു, കൊച്ചു വീട്ടിൽ പോയിരിക്കുക, ഇങ്ങനെ തനിച്ചൊന്നും ഒറ്റയ്ക്ക് ഇറങ്ങല്ലേ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. എന്നെ അന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭാരമുണ്ട്. അത് ഞാൻ സ്കൂൾ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതൊക്കെയും സംഭവിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ എൻ്റെ പേരൻസ് വളരെയധികം അതിന് ശ്രദ്ധ ചെലുത്തിയിരുന്നു. എന്നാൽ ആ രീതിയിൽ 18 വയസ്സ് വരെ ഉണ്ടായപ്പോൾ എൻ്റെ പ്രിയ പിതാവ് സാറിനെയും കൊണ്ട് കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചു. പല ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യിച്ചു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലൊക്കെ എന്നെ കൊണ്ടുപോയി. അവിടെ എല്ലാം കൊണ്ടുപോയിട്ട് അവരെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു യാതൊരു കുഴപ്പവുമില്ല, ഇത് ഗ്രാജുവലി മാറിക്കോളും, ഇത് ഭയം ഉണ്ടായതാണ്, സാരമില്ല എന്നൊക്കെ അവരുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്തു. എങ്കിലും അതിനെനിക്കൊരു വ്യത്യാസവും വന്നില്ല. അങ്ങനെ ഇരിക്കുന്ന എൻ്റെ ബുദ്ധിക്കൊരു ഗഡുതിയും ഉണ്ടായില്ല. ഞാൻ സ്കൂളിൽ വിട്ടപ്പോഴും ഞാൻ SSLC വരെ നല്ല മാർക്സോടുകൂടെ പാസ്സായി. ഞാൻ അവിടെ പഠിച്ച് എൻ്റെ പ്രിയ പിതാവ് എന്നോട് പറഞ്ഞു, നിന്നെ വെളിയിലെങ്ങും വിടുന്നില്ല, ഇവിടെ എങ്ങാനും ജോലി
പഠിച്ചു നോക്കാം, അതുകൊണ്ട് ടൈപ്പിംഗ് ഷോർട്ട് ഹാൻഡും പഠിക്കാൻ പറഞ്ഞു. ഞാൻ ടൈപ്പിൻ്റെയും ഷോർട്ട് ഹാൻഡിൻ്റെയും ലോവറും ഹയറും എല്ലാം പാസ്സായി. ഞാൻ അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഉപ്പാപ്പൻ്റെ വൈഫ് കൊച്ചമ്മ ഗോറപ്പൂരിൽ നിന്ന് അവിടെ വന്നു. അപ്പച്ചൻ കൊച്ചമ്മയോട് പറഞ്ഞു, ഇവളെ കൂടെ കൊണ്ടുപോകും, ഇവള് നേഴ്സിങ്ങിന് കയറി എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഈ അസുഖങ്ങൾ മാറും. പിതാവിന് അതൊരു ഭാരമായിരുന്നു. അങ്ങനെ കൊച്ചമ്മ പറഞ്ഞു, ഓക്കെ ഞാൻ കൊണ്ടുപോകാം പറഞ്ഞ് എന്നെ അവിടെ ഗോറപ്പൂരിലേക്ക് കൊണ്ടുപോയി. ഞാൻ അവിടെ 1972 സെപ്റ്റംബർ സെപ്റ്റംബറിലെ ബാച്ചിൽ ഏകദേശം 120 സ്റ്റുഡൻ്റ് ഉണ്ട്. അതിൽ 28 പേര് മലയാളികളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കവിടെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൽ പാസ്സായി. എന്നെ അവിടെ എടുത്തു. അങ്ങനെ ഞാൻ പഠിച്ചു. അങ്ങനെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ ഞങ്ങൾക്ക് 3 മാസത്തെ ടെസ്റ്റ് കഴിഞ്ഞു. ഞാൻ നല്ല മാർക്സോടെ പാസ്സായി. എന്നെ അവിടെ എടുത്തു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ജനുവരി മുതൽ ഞങ്ങളുടെ വാർഡിൽ കൊണ്ടുപോയി ഓരോ യൂണിറ്റിലെ പരിചയപ്പെട്ടു ബഡിങ് ജയിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഒരു ദിവസം അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സൂപ്രണ്ടിൻ്റെ മീറ്ററിന് ചാർജ് നേഴ്സ് അവരുടെയൊക്കെ കൂടെ ഞാൻ റൗണ്ടിന് പോയി. അവര് ലോഷൻ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്, ടവലും എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ആർക്കും ഇങ്ങനെ എൻ്റെ ക്ലാസ് വെച്ചോ എന്നെ പേഴ്സണലായിട്ട് കണ്ടിട്ടുള്ളപ്പോഴോ ഒന്നും ഈ അസുഖം അവർക്ക് കണ്ടതായിട്ട് പോലും ഓർമ്മയില്ല. പെട്ടെന്ന് എനിക്കത് അങ്ങനെ ഉണ്ടായപ്പോൾ എൻ്റെ ആ ലോഷനെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് മറിഞ്ഞു പോയി. അത് ലോഷൻ്റെ പാത്രം പിടിച്ചു വാങ്ങിക്കാൻ നോക്കിയിട്ട് അവർക്ക് പറ്റിയില്ല. പഠിച്ച പണി 18 പണി നോക്കിയാലും അത് പിടിച്ചെടുക്കാൻ വയ്യാത്ത രീതിയിലൊരു ശക്തിയായിരുന്നു എന്നെ അന്ന് ഭരിച്ചിരുന്നത്. വെള്ളമെല്ലാം പോയി. ടവൽ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഓടി വന്ന് സൂപ്രണ്ട് ഓടി വന്നിട്ട് അവരുടെ കയ്യിലിരുന്ന ഹാമർ കൊണ്ട് എൻ്റെ കയ്യിൽ എൻ്റെ ശരീരത്തിൻ്റെ തിരുനെറ്റിക്കൊക്കെ അവരിങ്ങനെ പെല്ലെ അടിച്ചു നോക്കിയിട്ട് അവർ പറഞ്ഞു, ഇങ്ങനെ ഒരനക്കവും ഇല്ല. ഞാൻ പെട്ടെന്ന് കോൺഷ്യസ് ആയപ്പോൾ ഞാനങ്ങ് ചിരിച്ചപ്പം ചോദിച്ചു, വാട്ട് ഹാപ്പൻ, എന്താണ് സംഭവം? ഞാനപ്പം കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് വിഷയം കുഴപ്പങ്ങളൊന്നുമില്ല. അവർക്ക് എൻ്റെ മാർക്സൊക്കെ കണ്ടു. ഞാൻ പഠിക്കുന്ന കാര്യത്തിൽ നല്ലതായിട്ടാണെന്ന് അറിയാം. അവർക്കെല്ലാവർക്കും എന്നെ നല്ലതായിട്ട് പരിചയമുണ്ട്. ആ രീതിയിൽ ഞാൻ അവരെ അങ്ങനെ ചിരിച്ച് കാണിച്ചപ്പോൾ മേട്ടർ എന്നോട് പറഞ്ഞു, അവർ തമ്മിൽ എന്തോ കുശൂശു സംസാരിക്കുന്ന കണ്ടു സൂപ്രണ്ടിനും മേട്ടറിനുമായിട്ട്. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 11:30-12 മണിയാകുമ്പോൾ നീ എൻ്റെ ഓഫീസിൽ വരണം, ഞാൻ അവിടെ വരുമ്പോൾ പറയാം. അപ്പോഴേ എനിക്കറിയാം അത് എന്നെ ടെർമിനേറ്റ് ചെയ്യുവാനുള്ള ലക്ഷണമാണ്. അങ്ങനെ ഞാൻ ഭാരപ്പെട്ടു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഞാൻ ഭയപ്പെടുന്ന നാളിൽ എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയത് കർത്താവ്. ഹല്ലേലൂയ, എന്നെ ആ സമയങ്ങളിലൊക്കെ എന്നെ ധൈര്യപ്പെടുത്തി. എനിക്ക് തിട്ടമായിട്ടറിയാം എന്നെ അവർ പറഞ്ഞു വിടും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാമായിരുന്നു. എന്നാൽ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ഹോസ്റ്റലിൽ പോയി എൻ്റെ ഡ്രസ്സെല്ലാം മാറി. ഞാൻ അങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇത് എനിക്ക് വളരെ ഭാരമായിട്ട് തോന്നുന്നല്ലോ. സഹോദരങ്ങൾക്ക് ഭാരം, മാതാപിതാക്കൾക്ക് ഭാരം, ഹോസ്പിറ്റലുകാർക്ക് ഭാരം, ഭൂമിക്ക് ഭാരം. ഞാൻ തന്നെ ഭൂമിക്ക് ഭാരമായിട്ട് എനിക്ക് തോന്നുന്ന പോലെ തോന്നി. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചൊരു വ്യക്തിയാണല്ലോ, എനിക്കെന്താ ഇത് മാറാത്തത് എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. നന്ദിയോടെ സ്തോത്രം. അല്പബുദ്ധിയെ പരിപാലിക്കുന്നവൻ. ഹല്ലേലൂയ, ഞാൻ എളിമപ്പെട്ടു. യഹോവ എന്നെ രക്ഷിച്ചെന്ന് പറയത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് അത്രയൊക്കെ എന്നോട് സംസാരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ, ഞാൻ ഡ്രസ്സെല്ലാം മാറി ഒരു 11:30 കഴിഞ്ഞ സമയത്ത് ഞാൻ മേട്ടറിൻ്റെ ഓഫീസിലേക്ക് പോയി. മേട്ടറിന് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. അപ്പോൾ മേട്ടൻ അതെടുത്ത് എന്നോട് ചോദിച്ചു. കാര്യങ്ങളൊക്കെ എന്നോട് സമാധാന രീതിയിൽ ചോദിച്ചു. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങളുടെ നിയമം അനുസരിച്ച് നിനക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ അസുഖം കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ നിന്നെ ടെർമിനേറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ ടെർമിനേഷൻ്റെ പേപ്പർ തന്നു.
അപ്പോഴും ഞാൻ അധൈര്യപ്പെട്ടില്ല. എനിക്ക് മനസ്സിന് ഭാരമുണ്ടായിരുന്നു. ഹല്ലേലൂയ, എനിക്ക് ഈ അസുഖം വരുത്തിയത് ഇതിന് പ്രതിവിധിയും തരുമെന്ന് എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ നാട്ടിലായിരുന്ന സന്ദർഭങ്ങളിലൊക്കെ എന്നെ വളരെ കഷ്ടത്തിൽ കൂടെ പരിശോധനയിൽ കൂടെ ഒക്കെ ഈ രോഗം മുഖാന്തരം ഞാൻ പോയപ്പോഴൊക്കെ കർത്താവ് എനിക്ക് അവിടെ എല്ലാം ആശ്വാസം പകർന്നു തന്നതാണ്. അതെല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എൻ്റെ ഹൃദയത്തിലുണ്ടായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ഒരാളാണ്. കർത്താവ് വിടുവിക്കും. കർത്താവ് രോഗസൗഖ്യദായകനാണ്. എനിക്കതെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ വാക്യമത്സരമൊക്കെ ഇങ്ങനെ അസുഖം ഉണ്ടെങ്കിലും വാക്യമത്സരത്തിനൊക്കെ ഞാൻ ചർച്ചിൽ ഫസ്റ്റ് വാങ്ങിക്കുകയും എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി വചനങ്ങൾ ഞാൻ സംഭരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആ സമയത്ത് അതെനിക്ക് പ്രയോജനപ്പെട്ടു. നന്ദിയുടെ സ്തോത്രം. ഈ സാക്ഷ്യം തന്നെ ഞാൻ പലയിടങ്ങളിലും ഡൽഹിയിലെ കോൺഫറൻസിൽ, സിയാറ്റില്, പിന്നെ സുവിശേഷധ്വനി മാസികയിലൊക്കെ ഞാൻ എൻ്റെ ഈ സാക്ഷ്യം അറിയിച്ചതാണ്. പലർക്കും എൻ്റെ ഈ സാക്ഷ്യം കേട്ടിട്ടുണ്ടാവും. നന്ദിയുടെ സ്തോത്രം. അങ്ങനെ മേട്ടൻ എന്നെ ടെർമിനേറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞപ്പോൾ ഞാൻ മേട്ടനോട് ഒരു റിക്വസ്റ്റ് ചെയ്തു. മേട്ടറിന് എനിക്ക് 10 ദിവസത്തെ അവധി തരണം. ഞാൻ എൻ്റെ പേരൻസിനെ അറിയിക്കണം. അറിയിച്ചിട്ട് എനിക്ക് അവരുടെ പൈസ വന്നിട്ട് എനിക്ക് ടിക്കറ്റ് എടുത്ത് മടങ്ങി പോകണമല്ലോ. അങ്ങനെ ഞാനൊരു ഉപാധിയായിട്ടാണ് പറഞ്ഞത്. എന്നാൽ എൻ്റെ ഉപ്പാപ്പൻ അതിനടുത്ത് തന്നെ താമസമുണ്ട്. ഒരു 2 മൈലിനകത്ത് ഉപ്പാപ്പൻ താമസിക്കുന്നുണ്ട്. ഞാൻ അവിടെയാണ് പോകുന്നതും വരുന്നതും. എന്നാൽ ഞാൻ ഈ രീതിയിൽ മേട്ടനോട് പറഞ്ഞു. മേട്ടനും അവിടെയുള്ള ഡോക്ടേഴ്സിനെല്ലാം എൻ്റെ ഉപ്പാപ്പനെയും കൊച്ചമ്മയും അറിയാം. ഉപ്പാപ്പന് അവിടെ ടയർ ട്രേഡിങ്ങിൻ്റെ കമ്പനിയാണ്. കൊച്ചമ്മ റെയിൽവേ ഹോസ്പിറ്റലിലെ മേറ്ററിനാണ്. എല്ലാവർക്കും അറിയാം. മദ്രാസി ബാബു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഡോക്ടേഴ്സിന്. അവിടുന്ന് ടയർ എടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള രീതിയിൽ ഞാൻ മേറ്ററിനോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ മേറ്റർ എന്നോട് പറഞ്ഞു, ഓക്കെ 10 ദിവസത്തെ ടൈം തരാം, സൂക്ഷിക്കണം, വെളിയിലെങ്ങും പോകരുത്, അങ്ങനെയൊക്കെ എന്നെ കുറേ നിബന്ധനകളൊക്കെ തന്നു. ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ ആയിരിക്കും. അപ്പോൾ എൻ്റെ റൂമിൽ ഏകദേശം ഒരു 4-5 കുട്ടികളുണ്ട്. 3 മലയാളീസും 2 ഹിന്ദിക്കാരും. അവരൊക്കെ ഉള്ളപ്പോൾ അവരെല്ലാം മനസ്സിലായി ഞാൻ എന്നെ ടെർമിനേറ്റ് ചെയ്തു. കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി. എങ്കിലും അവരെല്ലാം പഠനത്തിൻ്റെ ഇതിലായപ്പോൾ പലരും സമുദായക്കാർ, ഓർത്തഡോക്സുകാരൊക്കെ ഉണ്ട്. അവരൊക്കെ എന്നെ കളിയാക്കി, വല്ല ബന്ധുക്കോസുകാരുതി ആ പ്രാർത്ഥന സൗഖ്യം ഉണ്ടായില്ലല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന വേറെ വശങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും എന്നെ ബോധർ ചെയ്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 10 ദിവസം എടുത്തപ്പോൾ ഒരു ദിവസം ഞാൻ ഇരുന്ന് ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, ഞാൻ ഇത് ഇങ്ങനെ തിരിച്ചു പോകണമല്ലോ, ഞാൻ എങ്ങനെയാണ് അവരെ അഭിമുഖീകരിക്കുന്നത്? എനിക്കിനി അങ്ങോട്ട് പോകണ്ട, ഞാൻ എന്തെങ്കിലും ഇവിടെ തന്നെ എൻ്റെ ജീവിതം അർപ്പിച്ചിട്ട് എന്താന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ പല ദുരുദ്ദേശങ്ങളൊക്കെ വന്നു. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദൈവം സംസാരിക്കുന്നുണ്ട്. എനിക്ക് തന്നെ ശാശ് ഒരു വശത്ത് എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അത് കാരണം എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ വയ്യാത്ത രീതിയിൽ ഞാൻ ഭാരപ്പെട്ടു. അല്ലെ, ഞാൻ എല്ലാ ദിവസവും പതിപോലെ പ്രാർത്ഥിക്കുകയും സ്വപ്നം വായിക്കുകയും ചെയ്യും. എന്നോട് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാണ്, നീ ഇതുവരെ ഉപവസിച്ചോ, നീ ഈ വിഷയത്തിനൊന്ന് ഉപവസിച്ച് നോക്കാൻ എന്താ എന്നൊക്കെ എന്നോട് ദൈവാത്മാവ് സംസാരിച്ചു. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ 10 ദിവസം എനിക്കൊരു അവസരമാണല്ലോ, എന്നാൽ ഞാൻ ഈ 10 ദിവസം അതുകൊണ്ട് ഞാനൊന്ന് ഉപവസിക്കട്ടെ കർത്താവേ. അത് ഏകദേശം 12-ാം തീയതി മുതലുള്ള ഡേറ്റിലാണ്. ഞാൻ 12, 13, 14 ദിവസങ്ങളിൽ ഞാൻ ഉപവസിച്ചുകൊണ്ടിരുന്നു. ഉപവസിച്ച ദിവസങ്ങളിൽ ഒരു ദിവസം പോലും എനിക്ക് ഈ അസുഖം ഉണ്ടായില്ല. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇത് എൻ്റെ കുറവായിരുന്നല്ലോ, ഇത് നീ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തിരുന്നേനേമല്ലോ കർത്താവേ എന്നൊക്കെ ഞാൻ ദൈവത്തോട് സമ്പർക്കം ചെയ്തുകൊണ്ടിരുന്നു. എങ്കിലും അന്നേരം ഇങ്ങനെ 3 ദിവസം ഒരു പ്രാവശ്യം പോലും വരില്ല. അല്ലെങ്കിൽ എനിക്ക് ഒരു ദിവസം 60 പ്രാവശ്യം കൂടുതലൊക്കെ വരും. അതെനിക്ക് മാനസികമായിട്ടുള്ള പ്രയാസമോ എന്തെങ്കിലും ടെൻഷനോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതെനിക്ക് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് 13 കഴിഞ്ഞ് 14-നായപ്പോഴത്തേക്ക് എനിക്കത് ഇച്ചിരി കൂടുന്നതായിട്ട് തോന്നി. 60, 120 മാറി. അങ്ങനെ ടെൻഷൻ കൂടുകയാണ്. പിന്നെ ഞാൻ ഈ 15-ാം തീയതി രാത്രിയിൽ ഇങ്ങനെ ഞാൻ 14-ാം തീയതി ഈവനിങ്ങിൽ ഞാൻ ആരും അറിയാൻ മേട്ടം പറഞ്ഞ് പുറത്തെങ്ങും പോയില്ലെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ആരും അറിയാതെ അത് മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ വാതിക്കലാണ് ആ ഹോസ്റ്റലിൻ്റെ അവിടെ ഞാൻ ഇറങ്ങിപ്പോയിട്ട് ഞാൻ അതിൻ്റെ OR ചെന്ന് 2
ഇഞ്ചക്ഷൻ എടുത്തു. മോർഫിൻ്റെ 2 ഇഞ്ചക്ഷനും ഒരു സിറിഞ്ചും എടുത്ത് ആരും അറിയാതെ ഞാൻ പെട്ടെന്ന് ഹോസ്റ്റലിൽ മടങ്ങി വന്നു. അന്ന് രാത്രിയിൽ പതിവ് പോലെ ഞാൻ പ്രാർത്ഥിച്ചു, പാട്ട് പാടി പ്രാർത്ഥിച്ചു, വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ കിടന്നു. എല്ലാവരും ലൈറ്റ് അണച്ച കൂട്ടത്തിൽ ഞാനും ലൈറ്റ് അണച്ചു കിടന്നപ്പോൾ ഞാൻ രാത്രിയിൽ ദൈവത്തോട് ഈ 120 പ്രാവശ്യമൊക്കെ വന്നപ്പോൾ എനിക്ക് ഭാരമായി. ശത്രു പറയുന്ന ഇത് ചുമ്മാതാ, നിനക്ക് സൗഖ്യമാകാൻ പോകുന്നില്ല, നീ മടങ്ങിപ്പോക്കൂ, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നീ എന്നെ വിടുവിച്ചേ മതിയാവുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കിടന്നു. എന്നിട്ട് ഞാൻ എൻ്റെ പില്ലോയുടെ കീഴിൽ ആ മെഡിസിൻ വെച്ചിട്ട് ഞാൻ ദൈവത്തോട് രാത്രി ഇങ്ങനെ എൻ്റെ തലവണ പൊക്കിയെടുത്തിട്ട് പില്ലോ പൊക്കിയിട്ട് ഞാൻ ദൈവത്തെ കാണിച്ചു. കർത്താവെ കണ്ടോ, ഞാൻ പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചിരിക്കുകയാണ്. എനിക്ക് നേരം വെളുത്ത് ആരോടും ഗുഡ് മോർണിംഗ് പറയണ്ട, ഞാൻ ആരോടെയും പറയാനും പോകുന്നില്ല. നീ എനിക്ക് ഇന്ന് രാത്രി സൗഖ്യം തരണം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് മനസ്സുണ്ടോ, സൗഖ്യമാകുക മനസ്സുണ്ടോ എന്ന് നീ പലരോട് ചോദിച്ചില്ലേ, അതുപോലെ ഞാൻ നിന്നോട് ചോദിക്കുക കർത്താവേ, എന്നെ സൗഖ്യമാക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്നെ സൗഖ്യമാക്കണം, അല്ലേ എനിക്ക് നാളെ നേരം വെളുക്കണ്ട. അതാണ് എൻ്റെ ദൈവത്തോടുണ്ടായിരുന്ന ലാസ്റ്റിലെ വേർഡ്സ്. ഞാനത് വെച്ചുകൊണ്ട് രാത്രി കിടന്നു. 15-ാം തീയതി രാത്രിയിൽ കിടന്നു. ഏകദേശം ഒരു 12 മണി കഴിഞ്ഞ സമയമായപ്പോൾ എനിക്ക് ഉപവാസമൊക്കെ എടുത്തതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉറങ്ങി. ഇതൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് ഉറങ്ങി. 12:30 കഴിഞ്ഞ സമയത്ത് വലിയൊരു പ്രകാശം, മിന്നുന്ന ഒരു പ്രകാശം എൻ്റെ റൂമിലേക്ക് കടന്നു വന്നു. അത് കടന്നു വന്ന സമയത്ത് ആ പ്രകാശത്തിൻ്റെ മുന്നിൽ എനിക്കൊന്നും കാണാൻ മേല, എനിക്ക് ആരെയും കാണാൻ മേല. ഞാൻ ഓർത്ത് ഇതെന്തോ കർത്താവേ, ഇത് മിന്നി സ്വർഗം കൂടെ മിന്നിയിരിക്കുന്നു, റൂമെല്ലാം മിന്നി, എനിക്ക് ഒന്നും കാണാനും മേല. അങ്ങനെ ഞാനിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചെറിയ നീളമുള്ള ഒരു ബെഞ്ച് ഒരാൾ കൊണ്ടിട്ടിട്ട് എന്നെ അവിടോട്ട് എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഒരു നല്ല രജിസ്റ്ററാണ്, അതിങ്ങനെ മറിച്ച് 1, 2, 3 താളുകൾ മറിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് എന്നെ കാണിച്ചു. എൻ്റെ പേരന്ന് ആലീസ് ജോർജ് എന്നായിരുന്നു. ഞാൻ ആലീസ് ജോർജ്, അതിൻ്റെ മനോഹരത ദൈവങ്ങളെ എനിക്ക് നിങ്ങളോട് ആരോടെയും പറഞ്ഞാൽ ആ അക്ഷരം എങ്ങനെയുള്ള അക്ഷരമെന്ന് എനിക്കതിൻ്റെ മതിപ്പ് പറയാൻ പറ്റുന്നില്ല. ഇന്നും അത് അന്നെന്ന പോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. ഈ സംഭവങ്ങളൊക്കെ എനിക്ക് 4 വയസ്സിൽ ഇത് സംഭവിക്കുമ്പോഴും ഞാൻ എൻ്റെ കുഞ്ഞു പ്രായമാണെങ്കിലും അന്നത്തെ എൻ്റെ പ്രായം, എൻ്റെ ശരീരപ്രകൃതി, എൻ്റെ ഡ്രസ്സ് എല്ലാം അതുപോലെ ഞാൻ ഓർക്കുന്നു. എന്ന് പറഞ്ഞ പോലെ ഈ രജിസ്റ്ററിനകത്ത് ആളെ എൻ്റെ പേര് ചൂണ്ടിക്കാണിച്ചു. അത് എഴുതിയിരിക്കുന്ന നല്ല റൈറ്റിങ്, നല്ല പ്രകാശമുള്ള നല്ല റൈറ്റിങ്. അത് ഏത് പെന്നുകൊണ്ട് എഴുതിയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത് അതിനകത്ത് എഴുതിയിരിക്കുന്ന ആലീസ് ജോർജ് എന്ന് താഴോട്ട് ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാനത് വായിക്കാൻ ധൃതി വെച്ചപ്പോൾ എൻ്റെ ബുദ്ധി അബലമായി, എന്നെ കൊണ്ട് വായിപ്പിച്ചില്ല. ഞാനത് വായിക്കാൻ പിന്നെ ശ്രമിച്ചില്ല. അത് പെട്ടെന്ന് അങ്ങ് മറഞ്ഞു കഴിഞ്ഞ് പിന്നെ എനിക്ക് വരുന്നത് ഒരു വേദപുസ്തകമാണ്, ഒരു ഗിൽറ്റിട്ട വേദപുസ്തകം. നല്ല മനോഹരമായ ഒരു വേദപുസ്തകം തുറന്നിട്ട് അദ്ദേഹം എന്നെ അത് ചൂണ്ടിക്കാണിച്ചു. അത് 139-ാം സങ്കീർത്തനമാണ്. ഞാനത് 139-ാം സങ്കീർത്തനം വേദപുസ്തകത്തിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷേ ഇത് 139 എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ വെളിപ്പാടിൽ 139 എന്നുള്ളത് നന്നായിട്ട് തന്നെ നല്ല ദൃഢതയോടെ കാണിച്ചിട്ട് അതിൻ്റെ 1 മുതലല്ല 7 മുതലുള്ള വാക്യം. നിന്റെ ആത്മാവിനെ ഒളിച്ച് നീ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് നീ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ നിന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചിരിക്കുകയെന്ന് പറഞ്ഞാണല്ലോ ഞാൻ ദൈവത്തെ കാണിച്ചത്. ഞാൻ ഉഷസ്സിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും എൻ്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല.
ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്. അവ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. ഈ വചനം ഇങ്ങനെ വായിച്ച് ഓരോ വിരളി ചൂണ്ടി വെച്ച് എന്നെ വായിപ്പിച്ചതാണ് ഇത്രയും വാക്യം. അപ്പോഴൊക്കെയും ഞാൻ ധൈര്യപ്പെട്ടു, എനിക്ക് സന്തോഷമായിട്ട് തോന്നി. എന്നാൽ ഞാൻ ഈ 2-3 ദിവസം മുമ്പ് എനിക്ക് കൂടുതലായിട്ട് അസുഖം വന്നപ്പോൾ ഞാൻ രാത്രിയിൽ എണീച്ച് വേദപുസ്തകം വായിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ പറയും ലൈറ്റ് ഇടല്ല, ഞങ്ങൾക്ക് പരീക്ഷയാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ വെളിയിൽ പോയി വരാന്തയിൽ പോയിരുന്ന് ഞാൻ ലൈറ്റിട്ട് അവിടെ ഇരുന്ന് വായിച്ച് ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഈ ദിവസവും അതുപോലെ ഞാൻ ഈ 119 സങ്കീർത്തനം എനിക്ക് ക്ലിയറായിട്ട് വായിക്കണം. അതിന് ഞാൻ വെളിയിൽ പോയിരുന്ന് വായിച്ച് കഴിഞ്ഞ് അപ്പോഴും എന്നോട് സാത്താൻ ഒരു വശത്തൂടെ പറയുന്നുണ്ട്, ഇത് അങ്ങനെയൊക്കെയുണ്ട്, പക്ഷെങ്കിൽ നിനക്ക് സൗഖ്യമാകാൻ പോകുന്നില്ല, നീ കുത്തിവെക്കാൻ വെച്ച മരുന്ന് എടുത്ത് വെച്ച് ഉപയോഗിക്കുന്ന നിനക്ക് നല്ലത് എന്നൊക്കെ ഇങ്ങനെ. ഞാനപ്പോൾ ശാസിച്ചു, അല്ല കുഞ്ഞാടിൻ്റെ രക്തത്താലും വചനത്താലും ഹല്ലേലൂയ സാത്താനെ ഞാൻ നിന്നെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ശക്തമായിട്ട് ഞാൻ സാത്താനെ ശാസിച്ച് ഞാൻ അവിടെ ഇരുന്ന് പിന്നെയും വായിച്ച് ഞാൻ പിന്നെയും ധൈര്യപ്പെട്ട് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്ന് വീണ്ടും കട്ടിൽ കയറി കിടന്നു. പക്ഷേ ഞാൻ ശരീരക്ഷീണം കൊണ്ട് വീണ്ടും ഞാൻ ഉറങ്ങി. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം പകുതി മാറിയതുപോലുണ്ട്, എന്നാലും എൻ്റെ ഹൃദയത്തിലെ ഭാരം നിൽക്കുകയാണ്. എനിക്ക് 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ എനിക്ക് നാട്ടിൽ പോകണം, തിരിച്ചു പോകണമല്ലോ എന്നുള്ള ഭാരമൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൂട്ടുകാരുടെ മുന്നിലൊക്കെ എനിക്കൊരു അപമാനമായിട്ടാണല്ലോ വന്നതെന്നൊക്കെ ഉള്ളൊരു ചിന്താഭാരമുണ്ട്. എങ്കിൽ തന്നെ ഞാൻ വന്ന് വീണ്ടും കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. ഒരു 3-3:30 സമയമായപ്പോൾ ഇതുപോലെ വീണ്ടും ഒരു പ്രകാശം അതെൻ്റെ മുറിക്കുള്ളിലേക്ക് വന്നു. അത് എന്നെ ഡയറക്റ്റ് എൻ്റെ മേത്തോട്ടടിക്കുന്ന പോലെ ആണ് ഞാനത് ഫീൽ ചെയ്തത്. അങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ എൻ്റെ ഇടത്ത് വശത്തൂടെ നടന്നു വരുന്നത് എനിക്ക് കാണാം. അപ്പോഴും ഞാൻ വിചാരിച്ചു, അയ്യോ കർത്താവേ, ഇത് ലേഡീസിൻ്റെ ഹോസ്റ്റലാണ്, ഇവിടെ ആരായി കയറി വന്നത്? അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വളരെ ഭാരം തോന്നി. ഞാൻ ആരെങ്കിലും വിളിക്കട്ടെ, എടുക്കട്ടെ എന്നൊക്കെയുള്ള ഒരു ചിന്ത പോലെ എൻ്റെ ഹൃദയത്തിൽ വന്നെങ്കിലും ഞാൻ അതൊന്നും കൂട്ടാക്കിയില്ല. വീണ്ടും അതുപോലെ തന്നെ മുഴുവൻ പ്രകാശത്താൽ ഞാൻ മിന്നി ചുറ്റിയതുപോലെ ആയി. ആയിട്ട് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നടന്ന് എൻ്റെ പാദപീഠത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നെ വളരെ സൗമ്യതയോടെ ഒന്ന് നോക്കി. ഒരു നല്ല വെള്ളവസ്ത്രം ധരിച്ച ഒരാളാണ്. നല്ല സൗമ്യതയോടെ എന്നെ നോക്കിയിട്ട് എനിക്ക് യേശു ആണെന്നുള്ള ആ ഒരു ചിന്തയേ ഇല്ല. ഞാൻ അങ്ങനെ ഇരുന്ന് പിന്നെ ആ ആൾ നടന്ന് നീങ്ങി എൻ്റെ റൈറ്റ് സൈഡിലോട്ട് വന്നു. അടുത്തോട്ട് വരും തോറും കൈ കാണാം. എനിക്ക് കൈയുടെ വെള്ളയിൽ നിന്ന് ബ്ലഡ് ഇറ്റിറ്റ് വീഴുന്നതായിട്ട് എനിക്ക് കാണാം. അപ്പോഴും ഇത് യേശുവിൻ്റെ കരമാണെന്ന് എന്നോട് ആരും പറയുന്നുമില്ല, എനിക്ക് ഗ്രഹിക്കാനും പറ്റുന്നില്ല. എൻ്റെ അടുത്തോട്ട് വന്നിട്ട് എൻ്റെ നെറ്റിക്ക് കൈ വെച്ചിട്ട് പറഞ്ഞു, മകളെ, ഞാൻ നിന്റെ ബന്ധനം അഴിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായി പാർക്കാന്നുള്ള ശബ്ദം ഞാൻ കേട്ടു. അങ്ങനെ കേട്ട പാടെ തന്നെ ഞാൻ ആ കണ്ട സ്വപ്നം, സൈക്കിളിൽ ആ ശവപ്പെട്ടി കൊണ്ടുവച്ച് പോകുന്ന സ്വപ്നം, ആ രംഗം പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നു. അപ്പോഴെനിക്കൊരു ഞെടുക്കം. ഞാൻ വിചാരിച്ചു, ഇതെന്താ ഇടുന്നു വന്നതായി ഇപ്പം എന്നിങ്ങനെ എൻ്റെ ഹൃദയത്തിൽ വന്നു. ആ ആൾ എൻ്റെ കൂടെ നിന്നിട്ട് എന്നോട് വന്നേച്ച അത് തുറന്ന പെട്ടിയാ. എന്നിട്ട് എന്നോട് പറഞ്ഞു, നോക്ക്, കടന്നു വന്ന് നോക്ക്, ഞാനല്ലേ പറഞ്ഞ് കടന്നു വന്ന് നോക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്നെ അതിനകത്തോട്ട് നോക്കിപ്പിച്ചപ്പോൾ അമ്മയില്ല അവിടെ. അപ്പോൾ എന്നോടൊരു ശബ്ദം, നിന്റെ അമ്മ ആയുസ്സും ആരോഗ്യമുള്ളവളായിട്ട് ഭവനത്തിൽ പാർക്കുന്നു എന്നുള്ള ദൈവശബ്ദം ഞാൻ കേട്ടു. ഇത്രയും കഴിഞ്ഞ സമയം പെട്ടെന്ന് ഞാൻ ഉണർന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പറഞ്ഞു തീർക്കാൻ വയ്യാത്ത സന്തോഷം. ഞാൻ താഴെയാണോ മുകളിലാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതുപോലെ ഞാൻ സന്തോഷത്തിലായി. ഞാൻ ഓടി വരാന്തയിൽ പോയിട്ട് ഞാൻ ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഞാൻ ഈ പാട്ടുകളൊക്കെ പാടി ഞാൻ അങ്ങ് ആത്മാവിലായി. അങ്ങനെ ഇരുന്ന് ഞാൻ രാത്രിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങി. ഉണർന്ന് രാവിലെ ഞാൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഈ വെച്ചിരുന്ന മെഡിസിൻ എല്ലാം എടുത്ത് ഞാൻ ഡിസ്പോസ് ചെയ്തു. കാരണം ആരും അറിയരുത്, കാണരുത്. ഞാൻ ദൈവത്തോട് ക്ഷമയും ചോദിച്ചിട്ട് ഞാൻ എടുത്ത് മാറ്റി.
മാറ്റിയിട്ട് ഞാൻ എല്ലാവരോടും രാത്രി സംഭവിച്ച കാര്യങ്ങളെല്ലാം എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു. പലര് വിശ്വസിച്ചു, പലര് ശാന്തമായിട്ടിരുന്നു. ഹിന്ദുക്കളായിട്ടുള്ള കുഞ്ഞുങ്ങളുമുണ്ട്, അവരും ശ്രദ്ധിച്ചു. എങ്കിലും ഞാൻ ഇതെല്ലാം അവരോട് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ താഴെ ഇറങ്ങി മേട്ടൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ ചെന്നിട്ട് അവിടെ ബിവെയർ ഓഫ് ഡോഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എങ്കിലും എനിക്ക് ദൈവം ധൈര്യം തന്നു. ഞാൻ അവരുടെ റൂമിൽ കൂട്ടിയപ്പോൾ അവർ തുറന്നു. ക്യാ ഹോ ഗയാ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാഡം ഞാനൊരു കാര്യം പറയാൻ വന്നതാ. ദേഖോ പ്രഭുവിനെ മുസ്കോ കാൽ രാത് മേ ചങ്കാ കിയാ ഹൈ, ഓ തുമാരാ ബഹാന എന്നൊക്കെ എന്നോട് പറഞ്ഞു. എങ്കിൽ തന്നെ എൻ്റെ കഴുത്തിന് അവരിങ്ങനെ എൻ്റെ പൂടി പിടിച്ച് തെള്ളി അവരെന്നോട് പറഞ്ഞു, ഈ സബ് ബഹാന ഹെ, ജാകെ തും ദുആ കറോ കോയി ബാത് നെയ് പ്രഭു ഠീക് കരേഗ. അവർ ക്രിസ്ത്യാനിയാണ്, മേട്ടൻ കപാടിയ. അവരൊരു പഹാടി സ്ത്രീയാണ്. അവര് ദൈവവിശ്വാസമുള്ളവരാണ്. പക്ഷെങ്കിൽ അവരെന്നോട് അതാണ് ആദ്യം പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു സാരമില്ല, ദൈവം എനിക്ക് സൗഖ്യം തന്നല്ലോ, ഇനി എനിക്ക് വേറെ ഒന്നും അറിയണ്ട, എനിക്കിനി വേറെ ജോലിയല്ല, ഇതിനെക്കാട്ടി നല്ല ജോലി കിട്ടും. അങ്ങനെയൊക്കെ എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് വന്നു. ഞാൻ പിറ്റേന്ന് രാവിലെ ഞായറാഴ്ച ഞാൻ ചർച്ചിൽ പോയി. എൻ്റെ പാപ്പനോടെയും കൊച്ചമ്മയോടെയും എല്ലാം പറഞ്ഞു. ഞാൻ ചർച്ചിൽ സാക്ഷ്യം പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ഉപ്പാപ്പൻ എന്നോട് പറഞ്ഞു, എടി നിനക്ക് ഏതായാലും സൗഖ്യം കിട്ടിയല്ലോ, എനിക്കതായിരുന്നു കാര്യം. അതുകൊണ്ട് നീ ഒരു കാര്യം, ഉപ്പാപ്പന് 3 ആൺപിള്ളേരാണ്, പെമ്മക്കളില്ല. അപ്പോൾ ഉപ്പാപ്പൻ എന്നെ ആ രീതിയിൽ എന്നെ വളരെ സ്നേഹിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് എന്നോട് ഉപ്പാപ്പൻ പറഞ്ഞു, നീ ഇങ്ങനെ പോരും, ഞാൻ നിനക്ക് ബനാറസ് കച്ചുവ മെഡിക്കൽ മിഷനിൽ ജോലി നഴ്സിങ്ങിന് വാങ്ങിച്ചു തരാം. എനിക്ക് അവിടെ ആളുണ്ട്, ഞാൻ നിനക്കവിടെ വാങ്ങിച്ചു തരാം, ഇങ്ങനെ പോരാൻ പറഞ്ഞു. അപ്പം ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ചർച്ചിലുള്ള ഒരു വാറണ്ട് ഓഫീസർ, എയർഫോഴ്സിലെ ഉള്ള വാറണ്ട് ഓഫീസർ പറഞ്ഞു, സിസ്റ്റർ പോരുവല്ല ചെയ്യുന്നത്, ഞാൻ വന്ന് മേട്ടനോട് സംസാരിക്കാം, അവർ സിസ്റ്ററിനെ തിരിച്ചെടുക്കും. എടുത്തില്ലെങ്കിൽ അതിന് വേറെ കാര്യങ്ങൾ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേണ്ടത് ഇനി അടുത്തത് നോക്കാം, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് വേണോ സാറേ, ഉപ്പാപ്പനുണ്ടല്ലോ, ഉപ്പാപ്പൻ എന്തെങ്കിലും വേണ്ടതുപോലെ ചെയ്തോളും എന്നൊക്കെ ഇങ്ങനെ ഞാൻ സാറിനോട് പറഞ്ഞു. സാറ് പറഞ്ഞു, തിങ്കളാഴ്ച ഞാൻ അവിടെ വന്നിരിക്കും, രാവിലെ 10 മണിക്ക് ഞാൻ മേട്ടനുമായിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മേട്ടനുമായിട്ട്, സാറ് നീരേറ്റുപുറത്തുകാരനാണ്. സാറ് ഇന്ന് ലോകത്തിലില്ല, താൻ മരിച്ചുപോയി. എങ്കിലും സാർ അന്ന് അവിടെ വന്ന് മേട്ടനുമായിട്ട് സംസാരിച്ചു. കാര്യങ്ങളെല്ലാം സാക്ഷ്യം പറഞ്ഞതൊക്കെ മേട്ടനോട് പറഞ്ഞു കേൾപ്പിച്ചു. അങ്ങനെ ഇരുന്ന് മേട്ടൻ അത് അന്നത്തെ സമയത്തൊക്കെ ഒരു വാറണ്ട് ഓഫീസറെ, ഒരു മിലിറ്ററി ഓഫീസർ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. ആ ഒരു രീതിയിൽ അവർ കേട്ടതായിരിക്കും, എനിക്കറിയത്തില്ല. അവരോട് പറഞ്ഞു, ഒരു 6 മാസം കൂടെ അവളെ ടെസ്റ്റ് ചെയ്യേ, അവൾക്ക് ഈ അസുഖം വീണ്ടും വരികയാണെങ്കിൽ അവളെ മടക്കി അയച്ചേരെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ അവരെ വിളിപ്പിച്ചു. ഞാൻ അവിടെ ചെന്നപ്പം എന്നോട് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, 6 മാസം കൂടെ നിനക്ക് തരികയാണ്, നീ പഠിക്കുക, നല്ലവണ്ണം പഠിക്കണം, ഇനി അങ്ങനൊന്നും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വിടും, അതും ഞാൻ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചോളാം എന്നെല്ലാം പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച് അപ്പോൾ എന്നെ അവിടെ അവർ തിരിച്ചെടുത്തു. ഞാൻ അവിടെ നേഴ്സിങ് 3 വർഷം എനിക്ക് അവിടെ പഠിക്കണമായിരുന്നു. അവിടെ 3 വർഷം ഞാൻ പഠിച്ചു. 3 വർഷം പഠിച്ചു കഴിഞ്ഞ് എനിക്ക് മിഡ്വൈഫറിക്ക് വേറൊരു സ്ഥലത്താണ്, സഹാറൻപൂർ എന്ന് പറഞ്ഞ സ്ഥലം. ആ 3 വർഷം പഠിച്ചതിൽ ഏറ്റവും ഡിസ്റ്റിങ്ഷനോടുകൂടെ ഞാൻ പാസ്സായി. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ റൂംമേറ്റ്സിൽ പലരും പോയെങ്കിലും എനിക്ക് അവിടെ ദൈവം പൂർണ്ണമായിട്ടൊരു വിജയം തന്നു. ഞാൻ അവിടുന്ന് സഹാറൻപൂരിലേക്ക് കടന്നുപോയി. എന്നാൽ ഞാൻ അവിടെ ഈ 3 വർഷം കഴിഞ്ഞ് അവിടെ ജയിച്ചു കഴിഞ്ഞ ആ പീരീഡിൽ ഞാൻ മേട്ടനോട് പെർമിഷൻ ചോദിച്ച് ഈവനിങ്ങിൽ എല്ലാ ചൊവ്വാഴ്ചയും ഒരു പ്രയർ മീറ്റിംഗ് ഞങ്ങളുടെ പാസ്റ്ററെ വിളിപ്പിച്ച് ഞാൻ അവിടെ ഒരു പ്രയർ മീറ്റിംഗ് നടത്തുമായിരുന്നു. എൻ്റെ സീനിയേഴ്സ്, എൻ്റെ ജൂനിയർ ഒക്കെ ആയിട്ടുള്ളവരും എല്ലാവരും ബന്ധുക്കോസുകാരും അല്ലാത്ത സമുദായക്കാരും ഒക്കെ വന്ന് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. മോശം ഉൾപ്പടർപ്പിൽ അത്ഭുതം കണ്ടതുപോലെ കർത്താവ് നീ എന്നെ വിടുവിച്ചു, നീ എന്നെ സൗഖ്യമാക്കി, നിന്റെ മഹിമയുടെ സാക്ഷിയായിട്ട് നിൽക്കാൻ എനിക്ക് പിന്നെയും ഇടതരണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. ഞാൻ പോരുന്നവരെ അവിടെ മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സഹാറൻപൂറിന് പോയി. അവിടെ ഞാൻ മിഡ്വൈഫറി
കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് അവിടെ ചെന്നപ്പോഴും കൂട്ടായ്മ ഉണ്ടായിരുന്നു. അവിടെ ഒരു അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചർച്ച് ഉണ്ടായിരുന്നു. അവിടെ പോവുകയും അവിടെ മറ്റ് ഹോസ്റ്റലിലെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോയി പറയുകയും എൻ്റെ സാക്ഷ്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത് ഞാൻ അങ്ങനെ അവിടെ നിന്നും പാസ്സായി. അതിനുശേഷം ഞാൻ എൻ്റെ ഫസ്റ്റ് പോസ്റ്റിങ് ബസ്തിയിലാണ്. അതൊരു നൊട്ടോറിയസ് പ്ലേസ് തന്നെയായിരുന്നു. അവിടെ ഒന്നും നമുക്ക് ജോലി ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലം, ഉൾഗ്രാമം പോലുള്ള സ്ഥലത്താണ്. പക്ഷെങ്കിൽ നല്ല ഹോസ്പിറ്റലും ഒക്കെ എനിക്കുണ്ട്. പക്ഷെങ്കിൽ ദൂരമാണ്, ഹോസ്റ്റലിൽ നിന്ന് ദൂരമാണ് ഹോസ്പിറ്റൽ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും മലയാളീസൊക്കെ ഉണ്ട്, നമുക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 1977 സെപ്റ്റംബറിൽ ഞങ്ങളുടെ മാര്യേജ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടി വളരെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ മേട്ടന് എന്നോട് എഴുതി ഒരു ലെറ്റർ കൊടുത്തു. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഹസ്ബൻഡ് ഡൽഹിയിലാണ്, എനിക്ക് അവിടുന്ന് വിവരം അറിയുന്നില്ല, എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തിട്ട് സാധനങ്ങളും എടുത്ത് ഞാൻ ഇങ്ങ് പോരുന്നു. പോന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയി ലക്നോയിലെ എൻ്റെ ട്രാൻസ്ഫറിന് ട്രൈ ചെയ്തു. അങ്ങനെ 77 മെയ്യിൽ എൻ്റെ ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എല്ലാം ജനുവരിയിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. 78 ജനുവരിയിൽ അച്ഛന് എയർഫോഴ്സ് ജോലിയാണ്, ഞങ്ങൾക്ക് ക്വാർട്ടേഴ്സ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പം 78 ജനുവരിയിൽ അച്ഛന് പകലൊക്കെ ഓഫീസിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് രാത്രിയിൽ കിടക്കേ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, ഭാരപ്പെടുമോ? ഞാൻ പറഞ്ഞു, ഭാരപ്പെടുന്ന വിഷയമാണേ ഭാരപ്പെടാം, അല്ലാതെ എന്തോ പറയാനാ എന്നിങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വളരെ മാസങ്ങളെ ഒന്നിച്ച് ജീവിച്ചുള്ളൂ. സ്വഭാവങ്ങളൊന്നും എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ആൻസറാണ് കൊടുത്തത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ജോലി റിസൈൻ ചെയ്തു, കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങാമെന്ന്. അപ്പോൾ എനിക്ക് ഒരു ഭാരമായിട്ട് വന്നു. ഞാൻ ആദ്യ സമയങ്ങളിൽ തന്നെ ജോലിയിൽ നിന്ന് അവർ ടെർമിനേറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ പോയി അഥവാ മാര്യേജ് ചെയ്താലും ഞാനൊരു പാസ്റ്ററെ മാര്യേജ് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യാമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ ജനുവരി മാസം അച്ഛന് ജോലി റിസൈൻ ചെയ്തു. അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ്റെ പെങ്ങന്മാരൊക്കെ വിവാഹം കഴിക്കാനുണ്ട്, പല രീതിയിലുള്ള കാര്യങ്ങൾ പുള്ളിക്ക് ഭാരമായിട്ടുണ്ട്. എന്നാലും ഞാൻ അതിനെ അത്ര അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്കൊരു പ്രയാസം വന്നു. ഞാൻ ഇത്ര ബുദ്ധിമുട്ടി ടെർമിനേഷനും ഒക്കെ കഴിഞ്ഞ് വന്ന് നല്ല നമ്പറോട് പാസ്സായി, ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് എന്നെ ജോലിക്ക് ചെയ്യാനൊക്കെ ഒക്കുമോ, അതോ ഇനിയും ഏതെങ്കിലും രീതിയിൽ എനിക്ക് പ്രയാസം ഉണ്ടാകുമോ, പുള്ളി ഇങ്ങനെ വേലയ്ക്ക് പോയാൽ എന്തോ ആകും. അന്ന് മക്കളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അതിന് എതിരായിട്ട് നിന്നപ്പം ദൈവം അതിനെനിക്ക് എന്നോട് സംസാരിച്ചു. ഞാനാണ് പറഞ്ഞിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയത്, നീ അതിനെതിരെ നിൽക്കരുത് എന്ന് എന്നോട് ആത്മാവ് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വേലയ്ക്ക് ചുമല് എടുക്കുകയും ചെയ്തു. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 1979 ജൂലൈയിലാണ് എൻ്റെ മോൻ ഉണ്ടാകുന്നത്. പക്ഷെ അതിനോടിടെ എനിക്ക് എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് വന്നത്, എനിക്ക് മെഡിക്കലി ഞാൻ അൺഫിറ്റാണ്, കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്ന് ഡോക്ടർ കുട്ടി എഴുതിയ ഒരു സർട്ടിഫിക്കറ്റും എൻ്റെ കയ്യിലുണ്ട്. അത് അവരെന്നോട് ലാസ്റ്റിൽ ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു, നിനക്ക് എവിടെയെങ്കിലും പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക നോക്ക്, അഗർ പ്രഭു ദേത്താ ഹെ ഛത്തർ ഭാഡ്കർ ദേത്താ ഹെ എന്ന് പറഞ്ഞാൽ ദൈവം സ്വർഗത്തിൽ നിന്ന് തരികയാണെങ്കിൽ സ്വർഗം തുറന്ന് നിനക്ക് തരും, ഇല്ലെങ്കിൽ എങ്ങനെ നിൻ്റെ കാര്യം. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു നിനക്ക് ട്രീറ്റ്മെൻറ്റിന്, അതിങ്ങനെയാണെന്നൊക്കെ എന്നോട് പറഞ്ഞ് അവർ ധരിപ്പിച്ച് എന്നെ വിട്ടു. ഞാൻ ഡൽഹി വന്ന് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയി. അങ്ങനെ 1, 2, 3 പ്രാവശ്യം പോയി. 3ാമത്തെ പ്രാവശ്യം പോയപ്പോൾ ദൈവാത്മാവ് എന്നോട് ചോദിച്ചു, നീ ആരോടാലോചന ചോദിച്ചോണ്ടാ പോയെ? ഞാൻ നിന്നെ സൗഖ്യമാക്കിയതല്ലേ, നിനക്ക് ബന്ധനം അഴിഞ്ഞു പോയതല്ലേ, നീ ആരോട് ആലോചന ചോദിച്ചിട്ടുണ്ടായി ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഈ കൊണ്ടുവന്ന മരുന്നെല്ലാം ഞാൻ എടുത്ത് വീട്ടിൽ തിരിച്ചു വന്നു. എനിക്ക് കൊണ്ടുവന്ന മരുന്നെല്ലാം എടുത്ത് ഞാൻ കൂടയിൽ എറിഞ്ഞു കളഞ്ഞു. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു, എനിക്ക് വാങ്ങിച്ചതല്ലേ, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാ, കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ദൈവത്തെ മാമൂനെയും കൂടെ സേവിക്കുന്നില്ല, സേവിച്ചാൽ ഞാൻ ദൈവത്തെ മാത്രമേ സേവിക്കുന്നുള്ളൂ. എൻ്റെ പിതാക്കന്മാർ സേവിച്ച ദൈവം എനിക്ക് സൗഖ്യം തരാൻ കഴിവുണ്ട്. ആ ദൈവത്തെ ഞാൻ ഇനി മറക്കത്തില്ല.
എന്ന് പറഞ്ഞ് ഞാൻ ആ മരുന്നെല്ലാം എടുത്ത് കളഞ്ഞു. ഞങ്ങൾ കൈ ഓർത്തിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ മോനെ ഞങ്ങൾക്ക് ജൂലൈയിൽ ഞങ്ങൾക്ക് ലഭിച്ചു. അവനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നേരുകയും ചെയ്തു. കർത്താവ് നീ ആണോ പെണ്ണോ എനിക്ക് തരുന്നത് എന്തായാലും ഞാനത് നിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തോളാമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ 95 ഇവിടെ വന്നു കഴിഞ്ഞ് അവൻ്റെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് അവനെ തന്നെത്താൻ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് പോവാന്ന്. എന്നാൽ അവനുണ്ടായി കഴിഞ്ഞതിന് ശേഷം പലവിധമായ പോരാട്ടങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആഞ്ഞടിച്ചു. അന്നേരമൊക്കെ ദൈവം എന്നെ ആശ്വസിപ്പിക്കും. അവനെ അങ്ങനെ ഇങ്ങനെ വരുന്ന സമയത്ത് അവനെ ഹോസ്പിറ്റലിലെ കോമ്പൗണ്ടിൽ വെച്ച് അവന് 7 വയസ്സുള്ളപ്പം അവനെ പേപ്പട്ടി കടിച്ചു. പെട്ടെന്ന് ഞാൻ അവനെ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി മടങ്ങി വരുമ്പോൾ അവൻ പറഞ്ഞു ഏയ് കുട്ടേനെ മുസ്കോ കാട്ടാ. ഞാൻ ആ പട്ടി ചത്തെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭയമായി. ഞാൻ പെട്ടെന്ന് സൂപ്രണ്ടിൻ്റെ വീട്ടിൽ ഓടി കയറി. ഞാൻ പറഞ്ഞു സാറേ ഇതുപോലെ കൊച്ചിനെ പട്ടി കടിച്ചു, പട്ടി പേയുള്ള പട്ടിയായിരുന്നു, പട്ടി ചത്ത് കിടപ്പുണ്ട്. അങ്ങനെ എന്നോട് പറഞ്ഞു ഇന്ന് റാബിപൂറിന്റെ മെഡിസിൻ വന്ന് ഇന്നാണ് റാബിപൂറിന്റെ പുതിയ മെഡിസിൻ പട്ടി വിഷത്തിനുള്ളത് വന്ന് ഞാൻ ബോക്സ് തുറന്നിട്ടില്ല. നിന്റെ കൊച്ചിന് വേണ്ടി ഞാൻ ആദ്യത്തെ ബോക്സ് തുറന്ന് ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. നീ വിഷമിക്കേണ്ട. ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു നാട്ടിലോട്ട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ അവിടെ നിൽക്കരുത്, പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ട് നാട്ടിൽ ചികിത്സയുണ്ട്. എങ്കിലും എനിക്ക് ദൈവം ധൈര്യം തന്നു. ഞാൻ അവിടെ ഇഞ്ചക്ഷൻ എടുത്തു. അവന് വളരെ ഭാരമായിട്ടൊക്കെ വന്നു. സ്കൂളിലൊക്കെ പറഞ്ഞു അവനെ വെളിയിൽ കളിക്കാനൊന്നും എടുക്കരുത്. എന്നാൽ ഒരു ദിവസം വന്നപ്പം രാത്രിയിൽ അവൻ പറഞ്ഞു എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. വെള്ളം കൊടുത്തപ്പം അവൻ കാണിച്ചു. അപ്പോഴേ എനിക്ക് മനസ്സിലായി രാത്രി അവന് ടെമ്പറേച്ചറായി. അവനത് കഴിഞ്ഞ് അവൻ രാത്രി പറഞ്ഞു मम्मी एने अच्छी तरह से नहला के दूसरे बिस्तर पड़ा है, വേറെ ബിസ്തർ കിടപ്പുണ്ട്, എന്നെ അതിൽ കിടത്ത്. എന്നെ അച്ഛനോട് ചോദിച്ചു എന്തുവായി പറയുന്നത്. ഞാൻ ഫോബിയ വാർഡിൽ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം. ഞാൻ പറഞ്ഞു അവന് പനിയുടെ കൂടുതൽ കൊണ്ട് പറയാമെന്ന്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും മുട്ടിന്മേൽ ഇന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ദൈവം അവനെ അത്ഭുതകരമായി വിടുവിച്ചു. അവൻ്റെ ജീവിതത്തിൽ ഇതുവരെയും വലിയ വലിയ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളൊക്കെ കടന്നു വന്നെങ്കിലും അതിലെല്ലാം ദൈവം ജയം തന്നു. നന്ദിയോടെ സ്തോത്രം. ഇന്നും ദൈവം അത്ഭുതകരമായി ഓരോ കാര്യങ്ങൾ കൂടെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇതെല്ലാം ജോലിയെല്ലാം കഴിഞ്ഞ് എൻ്റെ പഠനമെല്ലാം പൂർത്തിയായി ഞാൻ ഭർത്താവിൻ്റെ വേലയിൽ അച്ഛൻ കയറി. എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടത് എൻ്റെ ജീവിതത്തിൽ. എന്നോട് പറഞ്ഞു നീ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊള്ളുന്ന രോഗമല്ല ഇതെന്ന് പറഞ്ഞത്. ഞാൻ 20 വർഷം ഓപ്പറേഷൻ തിയേറ്റർ മാത്രം ചെയ്താണ് ഞാൻ ഇവിടെ ഈ 95 ഇവിടെ കടന്നു വന്നത്. അതുപോലെ തന്നെ എൻ്റെ അമ്മ നാട്ടിലായിരുന്നു. ഞങ്ങൾ സഹോദരങ്ങൾ 7 പേര് ഇവിടെയാണ്. ഞാൻ മാത്രം ഡൽഹിയിലുണ്ട്. ഞാൻ വന്നിട്ടില്ല. അന്ന് വരാനായിട്ട് ഞങ്ങൾക്ക് ഒരുക്കമില്ലായിരുന്നു. അച്ഛൻ കർത്താവിൻ്റെ വേലയിൽ അതുപോലെ വ്യാപൃതനായിരുന്നു. എനിക്ക് മസ്കറ്റ് സിവിൽ ഏവിയേഷനിൽ എനിക്ക് കിട്ടിയതാണ്. എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ അച്ഛൻ തിരിച്ചു കൊടുത്തേച്ച് എന്നെ വിളിച്ചുകൊണ്ട് പോയിരുന്നു. കർത്താവിൻ്റെ വേല എനിക്ക് ചെയ്യണം, ഞാൻ വിടുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിൽ നിന്നൊക്കെ മാറി. എന്നല്ല എൻ്റെ അമ്മ ഇവരെല്ലാവരും ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്നു. അമ്മയ്ക്ക് തന്നെ നാട്ടിൽ നിൽക്കാൻ മേലെന്ന് പറഞ്ഞ് അമ്മ എൻ്റെ അടുത്ത് വന്നു. അങ്ങനെ വന്ന് അമ്മ 1993 ഒക്ടോബർ 30 അമ്മ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കുകയായിരുന്നു. അമ്മ മരിക്കുമ്പോൾ ഞാൻ കൂടുണ്ട്. എൻ്റെ കയ്യിലോട്ട് പിടിച്ചുകൊണ്ട് ഞാൻ ഇരുന്നുകൊണ്ടാണ് അമ്മ മരിക്കുന്നത്. അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ആലീസ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അമ്മയെ ചുമ്മിച്ചു. അമ്മയോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അമ്മ എല്ലാവരും ഇങ്ങ് വരും, എല്ലാവരും അങ്ങ് ദൂരെയാ, ഒരു കടൽ കടന്ന് വരണ്ടേ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. എങ്കിലും എന്നെ നോക്കിക്കൊണ്ടിരുന്ന് അമ്മ മരിച്ചു. എനിക്ക് സങ്കടം വന്നില്ല. കാരണം എനിക്ക് ആ ദൈവം സൗഖ്യമാക്കിയ രംഗം എനിക്ക് ഓർമ്മയുണ്ട്. ആ ദൈവം എൻ്റെ അടുത്ത് തന്നെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എൻ്റെ കൈ കൊണ്ട് തന്നെ അമ്മയുടെ കണ്ണ് തിരുമ്മി അടച്ച് അമ്മയുടെ വായു വെള്ളം ഒഴിച്ചു കൊടുത്ത് അമ്മയുടെ മരണം അമ്മയെ സമാധാനത്തോട് വിടാൻ എനിക്കിടയാക്കി. ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റുകയില്ല. ദൈവസന്നിധിയിൽ നമ്മൾ ആവിശ്വസ്തരായി തീർന്നാലും ദൈവം നമ്മളോട് കരുണയുള്ളവനാണ്. ഓരോ കാര്യങ്ങളും ദൈവം നടത്തി തരും. നന്ദിയോടെ സ്തോത്രം. അങ്ങനെ എൻ്റെ മദർ മരിച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് അമേരിക്കയ്ക്ക് വരണമെന്നുള്ള യാതൊരു
ഒരു ചിന്തയും ഇല്ലായിരുന്നു. കാരണം ഞങ്ങളോട് പലരും പറഞ്ഞു, വേല ഇവിടെ ഉണ്ട്, കർത്താവിൻ്റെ വേല ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരണ്ട, അവിടെ ചെയ്താൽ മതി എന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം, എൻ്റെ ആങ്ങളമാരെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞ് അവരെല്ലാവരും കൂടെ കൂടി എന്നെ ഫോഴ്സ് ചെയ്ത് ഇവിടെ വരുത്തി. ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫ്ലോറിഡയിൽ ഒരു ചർച്ചിന് കിട്ടിയെങ്കിലും ഇവിടുത്തെ സഭയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന സഭയിൽ അതിന് സാഹചര്യങ്ങൾ വളരെ കുറവും പ്രയാസങ്ങളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എല്ലാവരും ആങ്ങളമാരും പറഞ്ഞു, നിങ്ങളിപ്പോൾ പോകണ്ട, ഫ്ലോറിഡയ്ക്ക് ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്നു. ഇത്രയും നാളും കർത്താവ് ഞങ്ങൾക്ക് വിശ്വസ്തനായിരുന്നു. എല്ലാ രീതിയിലും ദൈവം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. എന്നാൽ ഞാൻ വേറൊരു സാക്ഷ്യം പറയുന്നത്, ഞാൻ 1989 എനിക്ക് യൂട്രസിലെ ഒവേറിയനിലൊരു സിസ്റ്റിക് മാസ് ഉണ്ടായി 5 സെന്റിമീറ്റർ വലിപ്പത്തിൽ. ഞാൻ അത് മുഖാന്തരം ഒത്തിരി വേദനയൊക്കെ അനുഭവിച്ചു. അങ്ങനെ വന്ന് അച്ഛൻ വേലയിൽ വളരെ ബിസി ആയിട്ടുള്ള സമയമാണ്. ആ അൾട്രാസൗണ്ടൊക്കെ എടുത്ത് പല ഭാഷന്മാരൊന്നിച്ച് കൂടിയിരുന്ന് അത് കൈവച്ച് പ്രാർത്ഥിച്ച് ആ സമയത്ത് തന്നെ എനിക്കത് വേദനയ്ക്ക് കുറവുണ്ട്. അത് റെഡ്യൂസായി, അത് പൊട്ടി, അത് റെഡ്യൂസായി. എങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്നും പറഞ്ഞ് എനിക്ക് പെൻസിലിന് ആണ് അവർ ഇഞ്ചക്ഷൻ എടുത്തത്. ടെസ്റ്റിംഗ് ഡോസിൽ ഞാൻ മരിച്ച അവസ്ഥയിലായിപ്പോയി. എൻ്റെ ഈ മോനാണ് ഓടി വന്ന്, അന്ന് 7-8 വയസ്സുണ്ട്. അവൻ ഓടി വന്ന് റൂമിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ചോദിച്ചു, മമ്മി ഈ ഓക്കെ വ്യക്തിക്ക് എനിക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ല. അവനൊന്നുകൂടി ഇച്ചിരി കൂടെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ എൻ്റെ ദൃഷ്ടിയെല്ലാം മറിഞ്ഞു കിടക്കുക, ഞാൻ മരിച്ച പോലെ. അവൻ ഓടി എമർജൻസി കൂടെ ചെന്ന് വരാന്തയിൽ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, മമ്മിക്ക് കാലത്ത് കറാതെ എളുപ്പം വരണമെന്ന് പറഞ്ഞ് അവൻ പിടിച്ചോണ്ട് വന്ന് നോക്കിയപ്പോൾ ഞാൻ പകുതി ശ്വാസം പോയി കിടക്കുക. അവരെല്ലാവരും പെട്ടെന്ന് ട്രിപ്പും ഒക്കെ ഇട്ടു. അച്ഛൻ അവിടെ ഇല്ല. അച്ഛനെ പെട്ടെന്ന് മേട്ടറും വിളിച്ചു, എത്ര എളുപ്പം വരണമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി വന്നു. ഏതായാലും കൊള്ളാം, എൻ്റെ ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടേഴ്സും വന്നു കഴിഞ്ഞ് എനിക്കൊന്നും ബോധമില്ല. അവർ ചെയ്യാവുന്ന എല്ലാം ചെയ്തു. ആ സമയത്ത് അച്ഛൻ പെട്ടെന്ന് വന്നു. അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞു, യേശുവിൻ്റെ രക്തം പറ യേശുവിനെ. ഞാൻ പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ വയ്യ. പുള്ളി തലയിൽ കൈ വെച്ചു പ്രാർത്ഥിച്ചു. അപ്പം ഞാനിങ്ങനെ എൻ്റെ ദൃഷ്ടി മറിഞ്ഞു. ഞാൻ ആ സമയത്ത് ഗത്സമന തോട്ടത്തിൽ പോയി. ഞാൻ ഗത്സമന തോട്ടമാണ് അന്ന് എനിക്കറിയാം. എന്നോട് ആരോ പറഞ്ഞു ഇത് ഗത്സമന തോട്ടമാണ്. ഞാൻ ഓടി. എൻ്റെ രാവിലെ പുല്ലിലെല്ലാം വെള്ളം ഒഴിക്കുന്ന പോലെ എൻ്റെ ഡ്രസ്സും കാലും എല്ലാം നനഞ്ഞു. ഞാൻ ഒത്തിരി ദൂരം ഓടി ചെന്ന് ഒരു വലിയ തടി കഷ്ണം കിടന്നതിൻ്റെ അവിടെ ചെന്ന് എന്നെ നിർത്തിയെത്തി നിന്നപ്പോൾ എൻ്റെ പുറകിൽ ഒരാൾ പറയുന്നു, മകളെ ഞാൻ ഇവിടെ വെച്ചാ പ്രാണവേദനയിലായത്. ഞാൻ പ്രാണവേദനയിൽ കിടക്കുകയാണ്. ഞാൻ അനഫിലാക്റ്റിക് ഷോക്കിൽ വരെ പോയതല്ലേ. അപ്പം ഞാൻ അങ്ങനെ കിടക്കുമ്പോൾ അവിടെ എന്നോട് ഇത് ശബ്ദം കേൾക്കുകയും പെട്ടെന്ന് എനിക്കൊരു ബോധം വന്നു. ഞാൻ വന്നപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്, എൻ്റെ തലയിൽ കൈ വെച്ച്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ചൂടെടുക്കുന്നെന്ന്. അപ്പം ഡോക്ടർ പറഞ്ഞു, അത് നല്ല സൈൻ, ഒന്നും വരാൻ പോകുന്നില്ല, നീ സൗഖ്യമാവും, നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്നെല്ലാവരും കൂടെ പറഞ്ഞ് എന്നെ ആ പിഞ്ചു അന്ന് കുഞ്ഞുങ്ങളാണ്, അവരെ 3 പേരെ അച്ഛനെ ഏൽപ്പിക്കണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. എങ്കിലും ദൈവം അതിനൊന്നും ഇടയാക്കാതെ ദൈവം എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. അതിലും ദൈവം എനിക്ക് സൗഖ്യം തന്നു. എൻ്റെ ജീവിത രംഗങ്ങളിലെല്ലാം ഞാൻ പോയ സ്ഥാനത്തും വന്ന ഇടത്തും എല്ലാം കർത്താവ് എനിക്ക് നല്ലതിന് വിശ്വസ്തനായിരുന്നു. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്നവരാരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഭാരത്താലോ ഡിപ്രഷനിലോ ഏതെങ്കിലും പ്രയാസത്തിലോ ആയിരിക്കുന്നെങ്കിൽ അവർക്ക് ദൈവം ആശ്വാസം കൊടുക്കട്ടെ. നിങ്ങളെ ദൈവം കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിൽ തന്നെ ആശ്രയിക്കാൻ നന്ദിയോടെ സ്തോത്രം. അവൻ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി എൻ്റെ രേഖയച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചു. ഞാൻ എൻ്റെ ജീവനുള്ള കാലത്തോളം ഞാൻ എൻ്റെ ദൈവത്തിന് സ്തുതി പാടും. ഹല്ലേലൂയ.
സ്തോത്രം സ്തോത്രം. എന്നെ ഞാൻ ഏറ്റവും എളിമപ്പെട്ടു യഹോവേ എന്നെ രക്ഷിച്ചെന്ന് പറയുവാനല്ലാതെ എനിക്ക് ഈ സാക്ഷ്യത്തിൽ ഇനിയൊന്നും പറയുവാനില്ല. നന്ദിയോട് സ്തോത്രം. എന്നാൽ എന്നെ അയക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ പോയി ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽപ്പാൻ കർത്താവ് എനിക്ക് സഹായിച്ചു, ഇതുവരെയും സഹായിച്ചു. ഇനിയും ശേഷിപ്പിക്കുന്ന ആയുസ്സുകൾ ഒക്കെയും ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന സാക്ഷ്യങ്ങൾ ഒത്തിരി പറയുവാനുണ്ട്. ഹല്ലേലൂയ. ഇതിനിടയിൽ തന്നെ പല പല വിഷയങ്ങളൊക്കെയും ജീവിതത്തിൽ കടന്നു വന്ന രംഗങ്ങളുണ്ട്. അവിടെ എല്ലാം കർത്താവ് അതിശയകരമായിട്ട് എന്നെ സൗഖ്യമാക്കി എന്നെ നടത്തി. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. പലപ്പോഴും എൻ്റെ മദർ എന്നെ ആശ്വസിപ്പിക്കുകയും പറയുകയും ചെയ്യുന്ന വാചകമുണ്ട്, പേടിച്ചാൽ ഒളിക്കാൻ പാടുണ്ടോ എന്നെ ചോദിച്ച് ധൈര്യപ്പെടുത്തുന്ന പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഇരിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും പിന്നെ ഓരോ വിഷയങ്ങൾ അതിലും ഭാരമേറിയ വിഷയങ്ങളൊക്കെ കടന്നു വന്നപ്പോഴും ദൈവത്തിൻ്റെ ആശ്വാസം, ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരുന്നു. അതിനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഈ ഒരു സന്ദർഭം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസനെ കുടുംബമായിട്ട് സഹായിക്കട്ടെ. എനിക്കറിയാം ഈ പ്രയർ ലൈനിൽ രാത്രിയും പകലും ഒരുപോലെ ദൈവമക്കൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെയും കയറുന്നുണ്ട്. ശാരീരികത്തിൻ്റെ അസ്വസ്ഥതകളുണ്ട്, ഡയബറ്റിക്കിൻ്റെതായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട്. അതിലെല്ലാം ദൈവം എനിക്ക് ആശ്വാസം തന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ വർഷം നാട്ടിൽ 2 മാസത്തോളം പോയി കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കാനും സന്തോഷിപ്പാനും ഒക്കെ ഇടയായി. പക്ഷേ ഈ ലോക്ക്ഡൗണിൽ ഇപ്പോഴൊന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലായിരിക്കുന്നെങ്കിലും ലഭിക്കുന്ന സന്ദർഭം പാഴാക്കാതെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ, അനേകർക്ക് വേണ്ടി കരയുവാൻ ദൈവം ഈ ദിവസങ്ങളിലൊക്കെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഇങ്ങനെ ഈ സമയം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ വരുന്നു.